തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ വമ്പൻ ഓഫർ. ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 7593871004 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. തൃത്താല മണ്ഡലത്തിലെ ഗവൺമെന്റ് ITI യാഥാർത്ഥ്യമാവുന്നു. ITIയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം 7 നടക്കുമെന്ന് മന്ത്രി MP രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സർക്കാർ അനുവദിച്ച ITI തൃത്താലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വെള്ളിയാങ്കല്ലിൽ ഇറിഗേഷന്റെ വകുപ്പിലുള്ള കെട്ടിടത്തിലാണ് ITIയുടെ പ്രവർത്തനം ആരംഭിക്കുക. ITIയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം 7 രാവിലെ 10:30 മന്ത്രി MP രാജേഷ് നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ അധ്യക്ഷത വഹിക്കും. നാഗൽശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ITIക്കായി സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിച്ച് ഇവിടേക്ക് ITI മാറ്റുന്നതുവരെ തൃത്താല വെള്ളിയാങ്കല്ലിലാണ് ITI പ്രവർത്തിക്കുക. ഈ മാസം 9 മുതൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി MP രാജേഷ് കൂറ്റനാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21 ഇവിടെ മത്സരിച്ചപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ITI യാഥാർത്ഥ്യമാക്കണം എന്നത്. അന്ന് ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പും ആയിരുന്നു അത്. തൃത്താല ITI എന്ന പഴക്കമേറിയ ആവശ്യം നിറവേറ്റും എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്ത ഉറപ്പ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ITI വേണമെന്ന 4 പതിറ്റാണ്ടിലേറെ കാലത്തെ ആവശ്യം യാഥാർത്ഥ്യമാക്കുമെന്ന ഉറപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നൽകിയിരുന്നു. ആ ഉറപ്പ് ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് ഏതാണ്ട് 2 മാസം മുമ്പാണ് 4 പുതിയ ഗവൺമെന്റ് ITIകൾക്ക് അനുമതി നൽകിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തിന്റെ മേൽ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രതിസന്ധി എല്ലാം ഉണ്ടായിട്ടും പുതിയ 4 ഗവൺമെന്റ് ITIകൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ ഒന്നാണ് നാഗലശ്ശേരി, തൃത്താലയിലെ നാഗലശ്ശേരി ITI. തിരുവനന്തപുരത്തെ ചാല, ഒല്ലൂർ മണ്ഡലത്തിൽ 1, അതുപോലെ എടപ്പാൾ 3 വേറെ. ഈ 4 എടപ്പാൾ ഒഴികെ ബാക്കി 3 ഇപ്പോൾ ആരംഭിക്കുകയാണ്. എടപ്പാൾ അധികം വൈകാതെ തന്നെ ആരംഭിക്കും. സംസ്ഥാനത്തെ പുതുതായി അനുവദിച്ച 4 ITIകളിൽ ഒന്നാണ് തൃത്താലയിൽ ആരംഭിക്കുന്നത്. ഡ്രാഫ്റ്റ്സ്മാൻ, ഇൻഫർമേഷൻ ടെക്നോളജി, അഡിറ്റീവ് മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ എംബ്രോയിഡറി ഡിസൈനിങ് എന്നീ കോഴ്സുകളാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ അനുവദിച്ചിട്ടുള്ളത്. 24 കുട്ടികൾ വീതം 48 കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം നൽകുന്നതെന്നും മന്ത്രി സൂചിപ്പിച്ചു.